ഹലോ കൂട്ടുകാരെ, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മങ്കീനെ കാണാനല്ല, ഹംപി കാണാനാട്ടോ പോകുന്നേ. നമ്മുടെ ഇവിടെ അടുത്താണ് ഹംപി, കുഞ്ഞച്ചക്ക് താമസിക്കുന്ന അടുത്ത്. അപ്പൊ ഞങ്ങൾ ഹംപി കാണാൻ വേണ്ടി പോകും കൂട്ടുകാരെ. ഞാൻ മാത്രമായിട്ട് ഹംപി പോയിട്ടുള്ളൂ, ഇവരാരും ഹംപി പൊന്നു പ്ലസ് ടു പഠിച്ചപ്പോ ടൂർ പോയിട്ടുണ്ട് കേട്ടോ ഹംപിയില്. ഫസ്റ്റ് ഹംപി ട്രിപ്പ് കേട്ടോ, സ്കൈന്റെ അതെട്ടോ. ചിണ്ടി അല്ല, ഹംപി ഹംപി. അപ്പൊ ഹംപിക്ക് വേറെ എന്തൊക്കെയാണ് പറയുന്നത്. അപ്പൊ നമ്മൾ നേരെ പോവാ കൂട്ടുകാരെ. നമ്മുടെ ക്ലീനിന്റെ കമ്പനിന്റെ വണ്ടിയാണ്, വണ്ടി വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ അതിനകത്ത് കയറി പോവാണ് കേട്ടോ. ചേട്ടനുണ്ട്, ഡ്രൈവർ ചേട്ടനുണ്ട്. നമ്മളിപ്പോൾ ഉള്ളത് കുഷ്ടഗിയിലാണ് കേട്ടോ. കുഷ്ടഗിയിലെ ടൗൺ ആണ് ഈ കാണുന്നത്. നമ്മൾ പോകുമ്പോൾ റോഡിൽ സൈഡിൽ കണ്ടോ, ഇങ്ങനത്തെ ടൗൺ ആണ് കുഷ്ടഗി. ഇതില് നിറയെ പശുക്കളാട്ടോ റോഡില്. റോഡിന്റെ നടുക്കാ കിടക്കുന്നേ. അപ്പള് കാളവണ്ടിയൊക്കെ ഉണ്ട് കേട്ടോ. അവന്റെ വിചാരം കൂട്ടുകാരെ നിങ്ങളിങ്ങനെ നോക്കൂന്നാണ്. നിറയെ കാളവണ്ടിയിലാണ് കേട്ടോ. ഇപ്പോഴും പച്ചക്കറി അല്ലേ, പച്ചക്കറിയൊക്കെ കൊണ്ടുവരുന്നത്. രാവിലെ വന്നിട്ട് വിളിക്കുകയൊക്കെ ചെയ്ത്. ഞാൻ മാലടിച്ചു, ഞാൻ മൈൻഡ് ആക്കിയില്ല. കന്നഡയിലല്ലേ പറയുന്നത്. പട്ടി പട്ടി ഭയങ്കര ടാറ്റ് കൊടുക്കലാട്ടോ പെണ്ണ്. പുറത്തേക്ക് നോക്കിയിട്ട് വെള്ളം കുടിക്കാൻ നോക്കുക. പൊന്നു അപ്പൊ ഫുൾ സെറ്റ് ആയിട്ടോ വന്നേക്കുന്നത്. പൊന്നു നാരങ്ങ വെള്ളം ഒക്കെ കുപ്പിക്കകത്തോട്ടാക്കിയിട്ട് കണ്ടോ, പൊതിനിച്ചപ്പൊക്കെ ഇട്ടിട്ട്. പൊതിനച്ചപ്പ് ഞാൻ ആർക്കും തരൂല, എന്നെ മാത്രം ഡ്രിങ്കാണ്. എപ്പോഴാ പൊന്നിന് ബി പി ലോയാന്ന് പറയാൻ പറ്റില്ല കേട്ടോ. അതുകൊണ്ട് നമ്മൾ ഫുൾ സജ്ജീകരണങ്ങളോടുകൂടിയായിട്ട് ഇറങ്ങിയേക്കുന്നത്. ഒരു കാരണവശാലും യാത്ര തടസ്സം ഉണ്ടാവാൻ പാടില്ല. ഞാൻ ഊർജ്ജസ്വലനായിട്ട് തിരിച്ചു വരുമ്പോടാ. ഈ റൂട്ടിൽ റോഡിൽ അങ്ങനെ വലിയ ട്രാഫിക്കും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. അധികം വണ്ടികളൊന്നും ഇല്ല കണ്ടോ. നമ്മൾ മാത്രമേ ഉള്ളൂ റോഡ് നോക്കിയാൽ. നല്ല വീതിയുള്ള റോഡ്. ഇപ്പൊ ഒരു ലോറി പോയിട്ടോ. അതായത് തിരക്കൊന്നും ഇല്ല എന്നാണോ ഉദ്ദേശിച്ചത്. നല്ല റോഡുമാണ്, നല്ല റോഡ് കേട്ടോ. അങ്ങനെ തിരക്കില്ലാത്ത നമ്മുടെ അവിടെ ഇതിനകത്ത് അവിടുന്ന് അങ്ങോട്ടോ ഇവിടുന്ന് ഇങ്ങോട്ടോ ഇടിയോ മാറണം അങ്ങോട്ടോ ഞാൻ പിന്നെ കട്ടറൊന്നും ഇല്ലല്ലോ. നല്ല സുഖമായിട്ട് യാത്ര ഞങ്ങൾക്ക് സുഖമുള്ള റോഡൊക്കെ അടിപൊളിയായിട്ടൊക്കെ പറയുന്നത്. നമ്മളിപ്പോ ഇപ്പൊ പൊക്കോണ്ടിരിക്കുന്ന കുഷ്ടഗിന്ന് ഹോസ്പിറ്റലിലേക്കാണ് കേട്ടോ. ഹോസ്പിറ്റലിൽ നിന്ന് വേണം നമുക്ക് ഹംപിയിലേക്ക് പോകാൻ. ഹലോ സി, അവിടുന്ന് തൊട്ടടുത്താ. കുഞ്ഞിപ്പണ്ട് കണ്ടോ, കുഞ്ഞിപ്പണ്ട് ചെരുപ്പൊക്കെ ഊരിയിട്ടിട്ട് ഇങ്ങനെ കയറി ഇരിക്കുവാണ് കേട്ടോ. കാഴ്ചകളൊക്കെ മരത്തിൽ പാറ, അവിടെ ഒരു പാറയിൽ മരം അത് കേട്ടോ. കുഞ്ഞിട്ട് നമ്മൾ പോയപ്പോ അങ്ങോട്ടേക്കാ പോയത്. നമ്മൾ ആടിയാട്ടോ പോകുന്നേ. നമ്മൾ നല്ല റോഡ് കഴിഞ്ഞാൽ സൈഡിലേക്ക് ചെറിയ റോഡിലേക്ക് കയറിയിട്ടുണ്ട്. ഒരു കുഞ്ഞു വഴി കൊടുത്ത കട്ടറാട്ടെ വഴി. എന്തോ കുലുങ്ങുന്ന എങ്ങനെയാന്ന് കാണിച്ചു തന്നോ. നോക്കാ കാണുന്ന മൊത്തം മാവും കൃഷി കേട്ടോ. നമ്മുടെ വീട്ടിലേക്ക് ഒരു മാവ് ഉണ്ടാവില്ലേ, ഇവിടെ മാവ് കൃഷി ചെയ്യാണ്. അളിയൻ പറയുന്നതാണ്ട് ഇതൊരു പാലക്കാട് ഫീലുള്ള ഏരിയ എന്നിട്ട് അളിയൻ പറയുന്നേ. നമ്മളിതൊക്കെ പാലക്കാട് പോകാത്തുള്ളൂ അറിയത്തില്ല. നമ്മുടെ പാലക്കാടുള്ള ആൾക്കാർ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പറയണേ. പാലക്കാടിന്റെ ഫീലാണ് എങ്ങനെ ആ മലയിൽ കണ്ടോ ഹനുമാന്റെ ചിഹ്നം. അതെന്താ കുഞ്ഞങ്ങനെ ഇന്നലെ പറഞ്ഞിരുന്ന ഹനുമാന്റെ ജന്മദേശമാണിത്. അപ്പൊ അവിടെ ഇവിടെ ഉണ്ടാവൂലേ. ഗംഗാവതിയോ? ഉറപ്പിക്കട്ടെ, അളിയനോട് ചോദിച്ചിട്ട് ഉറപ്പിക്കട്ടെ. ഗംഗാവതിക്ക് പോകുന്ന വഴിയാട്ടോ ഇത്. ഇതെന്താ വെച്ചിട്ടുണ്ട്, ഈ സ്ഥലം മൊത്തം ഹനുമാനുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. ഞാൻ കറക്റ്റ് ഇത് ലൊക്കേഷൻ നോക്കിയൊക്കെ ഗംഗാവതിക്ക് പോകുന്ന വഴിയായത്. ഇവിടെ പോകുന്ന വഴിക്ക് മൊത്തം കണ്ടോ ഇങ്ങനത്തെ പാറയാട്ടോ മക്കളെ. ഇന്ന് വെയിലില്ലാത്തത് അല്ലേ, ഉണ്ടല്ലോ ഈ വഴി കൂടെ പോവാൻ പറ്റില്ല. പിന്നെ ബേസിക്കലി നമ്മുടെ വണ്ടിയിലെ AC വർക്കിംഗും അല്ല പ്രോപ്പറായിട്ട്. അപ്പൊ ഈ പോകുന്ന വഴിക്ക് മൊത്തം നാട് ഈ കാണുന്ന പോലത്തെ വലിയ വലിയ പാറകളും കല്ലുകളും ഒക്കെ ആയിട്ട്. ഹംപി ചെല്ലുമ്പോ എന്ത് പറയും, ഇതിന്റെ ഒരു ഭാഗമാണ് ഹംപി.
കണ്ടോ? ഓ അത് തന്നെ. ഒന്ന് ഹംപി പോയതിന്റെ പിന്നെ നിന്റെ വർത്തമാനം കേട്ടാ തോന്നുന്നു, നിന്റെ വർത്തമാനം കേട്ടാ നീ ഹംപി ഉണ്ടാക്കിയെന്ന്. അല്ലേ ആ ഞാൻ ഹംപി പൊന്നു. ഇവള് ഹംപിയിലെ പാറ കല്ല് കൊണ്ടുവന്നിട്ടുണ്ട്. ഞങ്ങളും കൊണ്ടുവരും കല്ല്. എന്റെ അത്രയും വലിപ്പമുള്ളത് കുഞ്ഞേച്ചി പുതിയ തന്നെ എന്നെക്കാട്ടിലും വലിയ കല്ല് കൊണ്ടുവരും. എടുത്ത കല്ല് ആ അങ്ങനെ പറഞ്ഞില്ല കുഞ്ഞേച്ചി പറഞ്ഞത് എന്നെക്കാട്ടിലും വലിയ കല്ല് പോയി എടുത്തോ. ഇതുപോലെ ഫുൾ വ്യൂസ് അങ്ങോട്ടേക്ക് പോകുന്ന വഴിക്ക് ഫുൾ പാറ. അതിന്റെ മേലെ പച്ചപ്പ്. ആ കണ്ട അവിടെ എന്തൊക്കെയോ എഴുതി വെച്ചിട്ടുണ്ടേ. വായിക്കടാ. ഇത് കന്നഡയാണെന്ന് തോന്നുന്നു. മഴ പെയ്തിട്ട് നമ്മൾ വന്നോണ്ടിരിക്കുമ്പോ നൈസായിട്ട് ബ്ലോക്കിൽ പോയിട്ടോ. ബ്ലോക്ക് ആരാ നോക്കൂ. ചെവി മുറിച്ചിരുന്നോ? നീ നോക്കണ ചെവി. ചെവി കണ്ടോ എല്ലാത്തിന്റെയും? വലുതിന്റെ കുഞ്ഞിന്റെ മുറിച്ചിട്ടില്ല. വലുതിന്റെ ചെവി നോക്ക്. മുറിച്ചേക്കും നോക്കണം. ചെവി ഡിസൈൻ ചെയ്ത് വെച്ചേക്കുന്നല്ലേ? മുറിച്ചേക്കുന്നല്ല, ഡിസൈൻ ഇട്ടേക്കുന്നയാ. അടയാളം ഇട്ടതോട്ട് മാറിപ്പോവാതിരിക്കാൻ വേണ്ടിട്ട്. എന്തോരം കുഞ്ഞുങ്ങളും പോത്തും അല്ലേ? പോത്താണോ അത്? എടി കാള, വെള്ള കളറ് കാള. ഹംപിയിലേക്ക് വരുന്നവർക്ക് താമസിക്കാനുള്ള റിസോർട്ട് ആട്ടോ ഈ കാണുന്ന മക്കള്. കണ്ടോ നമ്മൾ ഇങ്ങനെയുള്ള വഴി കൂടെ ആട്ടോ പോയിക്കൊണ്ടിരിക്കുന്നേ. കുഞ്ഞൊരു റോഡ്, അപ്പുറം ഇപ്പറേ ഫുള്ള് പാറയായിട്ട് ഇടുങ്ങിയ വഴിയില്ലേ. അപ്പുറം ഇട സൈഡിലും വലത് സൈഡിലും മുന്നിലൊക്കെ പാറയാണ് കേട്ടോ. കൊറേ ഇങ്ങനെ പാറയിലും അമ്പലം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇവര്. ഇവിടെ ഫുൾ ഹനുമാന്റെ ആൾക്കാരാണ് കേട്ടോ. അവരൊക്കെ ഹനുമാൻ ക്ഷേത്രത്തിൽ പോയിട്ട് വരുന്നവരാടാ. ഇവിടെ ഭയങ്കര ഒരു അടിപൊളി അമ്പലമുണ്ട്. ചാമുണ്ഡി ക്ഷേത്രം പോലെ തന്നെ. നമ്മള് പൊക്കോണ്ടിരിക്കുമ്പോ കണ്ടോ ഹനുമാൻ ടെമ്പിൾ കണ്ടോ? അതാണ് ഹനുമാൻ. ഇതാണ് ഹനുമാൻ ടെമ്പിൾ കേട്ടോ. മേലെ കാണുന്നേ കണ്ടവർക്കറിയാം. ആ സിമ്പിളുണ്ടോ? ആ ആണോ? കണ്ടോ അവിടെ കുറെ ആൾക്കാർ നിൽക്കുന്നുണ്ടല്ലോ. അവിടെ പോണം കുഞ്ഞോ. വണ്ടി അനങ്ങുന്നോണ്ടാണ് ഇത് ക്ലിയർ കിട്ടുന്നുണ്ടോ? കണ്ടോ ഇതാണ് ഹനുമാൻ ടെമ്പിൾ കേട്ടോ. ഇതിന് മേലെ കയറണമെങ്കിൽ എത്ര സ്റ്റെപ്പ് കളിയാ? 1600 സ്റ്റെപ്പ് ഉണ്ട് കേട്ടോ. ഇതിന് മേലെ കയറണമെങ്കിൽ നമ്മള് കണ്ടോ ഹനുമാൻ ടെമ്പിൾ. അത് ഒരു എനർജി ആയിരിക്കും. അങ്ങ് ഒരു ഓളത്തിനും കയറുമ്പോ പെട്ടെന്ന് കയറി പോകും അല്ലേ? വൈകുന്നേരം പോണം. സൺസെറ്റ് കാണാൻ പോണം. ഇവിടെ ഫുൾ തിരക്കാണ്ടോ. കണ്ടോ കുഞ്ഞൊരു പട്ടണം. എവിടെ? ഇതാണ് എൻട്രൻസ്. ഫുള്ള് കളറല്ലേ? ആ മേലെ കാണുന്ന സ്റ്റെപ്പ് ഒക്കെ ഉണ്ട്. കണ്ടോ കണ്ടോ ഈ കാണുന്ന സ്റ്റെപ്പൊക്കെ കയറി വേണം മേലെ ചെല്ലാൻ വേണ്ടിയിട്ട്. ആൾക്കാർ കയറി പോകും നോക്ക് അതിൻ്റെ ഇടയിൽ കൂടെ. അങ്ങനെ കയറി ചെല്ലുമ്പോൾ മേലെ ഹനുമാൻ ടെമ്പിൾ എത്തും കൂട്ടുകാരെ. വീഡിയോ എടുക്കുമ്പോൾ ചെറുതായിട്ട് ഷേക്കൊക്കെ ഉണ്ടാവുകയെ. നമ്മൾ വണ്ടിക്കകത്ത് പോകുന്നതുകൊണ്ട് ചെറുതായിട്ട് ആടി 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 പോലെ ഞാൻ. എവിടെ എവിടെ എവിടെ? ആ ഇതായിരുന്നോ? ഞാൻ പുറത്തോട്ട് കാണുന്നില്ല. തുംഗഭദ്ര റിവർ ആണ് കേട്ടോ ഈ കാണുന്നേ. കണ്ടോ കൃഷ്ണ റിവറാ. ഓക്കെ ഇവിടെയൊക്കെ പാറ പൊട്ടിച്ചെടുത്തേക്കുന്നതാണോ? എന്നാലേ ഈ കാണുന്ന പാറയൊക്കെ ഇവര് പൊട്ടിച്ച് കല്ലാക്കും. പാറ പൊടിയാക്കിട്ട് വിൽക്കും. ഫുള്ള് പൊട്ടിയിലാണ് കേട്ടോ. ഒരു വണ്ടി പോകുന്നതിൽ കൂടെ ഓഫ് റോഡ് കളിക്കുന്നു. വെള്ളം വെള്ളം പാറക്കൂറി കണ്ടോ. പന്നി ഇവിടെ നോക്ക് പോന്ന വഴിക്ക്. ആ ശരിയാട്ടോ. നിങ്ങൾ വാങ്ങിച്ചു കഴിക്കുന്നേ? ഇവിടെ കിട്ടൂലടാ. ഇവിടെ പന്നി പോത്തൊക്കെ ദൈവല്ലേ. ഈ പന്നി ദൈവല്ലല്ലോ. കണ്ടോ പോകുന്ന വഴിക്ക് വെള്ളം കെട്ടി കിടക്കുന്ന കേട്ടോ ഈ കാണുന്നേ. മഴവെള്ള സംഭരണി. അപ്പൊ ഇതിന്ന് ഓവർഫ്ലോ വരുന്ന വെള്ളമൊക്കെ എങ്ങോട്ട് പോളിയാ? വാഴത്തോട്ടൊക്കെ ഉണ്ടോ? ഇവിടെ വാഴത്തോട്ടൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ വിചാരിച്ചു നമ്മുടെ കേരളത്തിൽ മാത്രം വാഴത്തോട്ടം ഉള്ളൂ. എടാ ഇവിടെ അമ്പലത്തിന്റെ ഉള്ളിൽ ആരുണ്ട് നമ്മുടെ തലയിൽ ഇങ്ങനെ തുമ്പിക്കൈ കൊണ്ടൊക്കെ തൊടും. 10 രൂപ. അങ്ങനെയുണ്ടോ? ആണോ? നമ്മളങ്ങനെ ഹംപി എത്തിയിട്ടുണ്ട്. അവിടെ ബസ് നിർത്തിയിട്ടുണ്ടോ? അവിടെ നമ്മൾ ബസ് നിർത്തിയിട്ടോ. പറഞ്ഞ +2 പഠിച്ചപ്പോ ടൂർ വന്നപ്പോ ഉള്ള കഥയാണ് കേട്ടോ. ഒരു വട്ടം വന്നാല് പൊന്നുമാണ് നമ്മളെ ഗൈഡ് എന്ന് പറയുന്നത് കേട്ടോ. നമ്മളിപ്പോ വന്നേക്കുന്നത് വിരൂപാക്ഷ ടെമ്പിളിലാണ് കേട്ടോ.
എന്താ ഒന്നുകൂടെ പറ. വിരൂപാക്ഷ ടെമ്പിൾ. വിരൂപാക്ഷ ടെമ്പിൾ. എന്റെ മോനെ നിനക്കൊക്കെ അറിയായിരുന്നോ? ഇത് പഠിക്കണം, നല്ല രസം. എന്ത് രസമാണല്ലോ സ്റ്റോറി ഒക്കെ ഇത് പഠിക്കാന്. വിരൂപാക്ഷ ടെമ്പിൾ അല്ലേ? പിന്നെ നിങ്ങൾക്ക് ഇവിടെ വലിയൊരു സ്റ്റോറി അറിയാൻ കേട്ടോ. എനിക്ക് നടന്നൊരു എക്സ്പീരിയൻസ് പറയാനുണ്ട് കേട്ടോ. നമ്മളപ്പോ താണ്ടെ ഇറങ്ങിയപ്പോഴേക്കും കുഞ്ഞിപ്പണ്ണ ഉറക്കം എണീച്ചേട്ടോ. എവിടെ അപ്പൊ വഞ്ഞേക്കണ ഞമ്മല് എന്താ ചേട്ടൻ കണ്ടിട്ട് കേട്ടോ. ഞാനും മഞ്ഞ ചോദിച്ചു. അപ്പൊ കൂട്ടുകാരെ നാടെ ഫുള്ള് വണ്ടികളാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ പള്ളിപ്പെരുന്നാൾ പോലെ അവിടെ സൈഡിലൂടെ ഫുള്ള് കടകളാണ്. ആ സൈഡിലൊക്കെ കേട്ടോ ഫുള്ള് കടകൾ. അങ്ങോട്ട് കാണുന്ന മൊത്തം കടകളാട്ടോ അങ്ങ് നിരന്ന് കാണുന്നേ. അപ്പൊ വെള്ളമൊക്കെ എടുത്ത് നാടെ ഒരു ബാഗും എടുത്ത് ഇറങ്ങിയിട്ടുണ്ട്. നമുക്ക് ഫസ്റ്റ് തൊട്ട് മേടിക്കണം കേട്ടോ. തൊട്ട് മേടിച്ചില്ലേ പെടും. പൊന്നുവിന്റെ ഹെയർ കട്ടിന്റെ പേര് ബട്ടർഫ്ലൈ കട്ട് എന്നാട്ടോ. നീ കൂളിംഗ് ഗ്ലാസ് മേടിക്കുന്നുണ്ടോ? കൂളിംഗ് ഗ്ലാസ് ഒന്നും വേണ്ട. തൊപ്പി ഉണ്ടല്ലോ. അപ്പൊ കൂട്ടുകാർ ഞങ്ങൾ അവിടെ തൊപ്പിയൊക്കെ വാങ്ങിയിട്ട് നല്ല ചൂടല്ലേ ഇപ്പൊ തൊപ്പിയൊക്കെ വാങ്ങിയിട്ട് അവിടെ ഇറങ്ങിയിട്ടുണ്ട്. കുഞ്ഞിപ്പെണ്ണ് തൊപ്പിയുണ്ട്, എല്ലാവർക്കും തൊപ്പിയുണ്ട് കേട്ടോ. ദാളിയും തൊപ്പി, ചൂടിന് തൊപ്പി. അപ്പൊ തൊപ്പിയൊക്കെ വാങ്ങിയിട്ട് അവിടെ ഇറങ്ങിയിട്ടുണ്ട്. പൊന്നുമാണ് നമ്മളെ ഗൈഡ് ചെയ്യുന്നത് കേട്ടോ. അങ്ങോട്ട് പൊന്നു അല്ല ഓൾറെഡി വന്നിருக்கு. ആ ഇതാണ് നമ്മുടെ മെയിൻ ഗൈഡ്, ഗൈഡ് പൊന്നു. തെറ്റിട്ടുണ്ടെങ്കിലും കുഴപ്പമില്ല, കുറെ കാണാനുണ്ട് ഇവിടെ. ഗൈഡ് പൊണ്ണുമണി. നമ്മള് കുറച്ച് വെള്ളം മാത്രമേ കുടിക്കുള്ളൂ. അതും കരിക്ക് വെള്ളം മാത്രം കുടിക്കണം. അതിന് ഫുഡ് കഴിച്ചെന്താ ഇവിടെ ഫുഡ് കഴിക്കുന്നില്ല, അല്ലാതെ ബിരിയാണി കഴിച്ചിട്ടാണോ നടക്കുന്നത്? എന്നാ നീ നടക്ക്. അവൻ ബിരിയാണി കഴിച്ചിട്ടാണ് നടക്കുന്നതെന്ന്. ഞങ്ങളിപ്പോ കരിക്കും വെള്ളം കുടിക്കാൻ ഓർത്തായിട്ട് വന്നത്. പക്ഷെ കരിക്ക് വെള്ളം കിട്ടാനില്ല. അപ്പൊ നമ്മളവിടെ കരിക്കിന് പകരം നാരങ്ങ വെള്ളം ആക്കുമ്പോൾ കേട്ടോ. സോഡ നാരങ്ങ വെള്ളം കണ്ടോ ചേച്ചി ഇവിടെ ഉണ്ടാക്കുന്നുണ്ട്. ആ ചാർ ഒരു വട്ടം പറഞ്ഞാൽ മതി. ചാർ അറിയാമോ? അത്ര മതി എനിക്കിപ്പോ. എനിക്ക് അത്ര വരെ പറയാനുള്ളൂ. അണ്ണാ ബിസി കൊടു പണി പൊട്ടേ അക്ക சொல்லி തന്നിട്ടേ. ഇവിടെ തണുപ്പിന് ചൂട്, തണുപ്പ് പറയാനുള്ള ചൂട് പറഞ്ഞോ ഹിന്ദിയില്. കന്നഡയാണോ അല്ലേ? കന്നഡ ഹിന്ദി ഏകദേശം നമുക്ക് മനസ്സിലാവാത്ത കൊണ്ട് ഏത് പറയുന്നത്. ഗോട്ടിയോ? എന്നോട് ഗോട്ടിയുണ്ട്. എടി 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 നിന്നെ നല്ല നല്ല ചീത്ത കൂട്ടോ. അയ്യോടാ സോറവ് ചളങ്ങിപ്പോയല്ലോ. കണ്ടോ പൊട്ടി കണ്ടോ? അത് പിടിച്ച് ഒറ്റ ഞെക്ക് അപ്പോൾ ഈ പൊട്ടിട്ടോ. അത് ഫില്ല് ചെയ്യാൻ നേരത്തെ തിരിച്ച് തന്നെ കയറുമായിരിക്കും. ആ ഇതിന്റെ ടെക്നിക്ക് ഇപ്പോഴല്ലേ മനസ്സിലായേ. ഈ ഗോട്ടി ഉള്ളിലേക്ക് ഇടുമ്പോൾ കണ്ടോ ഇവിടെ ഈ കിടങ്ങിയിരിക്കുന്ന ഭാഗത്തിനകത്ത് ഒന്ന് കുടുങ്ങിയിരിക്കും കേട്ടോ. എന്നിട്ട് സോഡ രണ്ടാമത് റീഫിൽ ചെയ്ത് കഴിയുമ്പോൾ മേലെ വന്നിട്ട് അത് കുടുങ്ങിയിരിക്കും. അങ്ങനെയാണ് സെറ്റപ്പ് കണ്ടോ. ഈ ഗോട്ടി തിരിച്ചെതിരെ വരത്തില്ല. ഇവിടെ ഒന്ന് ലോക്കായി വരും. എമാല സെറ്റപ്പ്. നമ്മളപ്പോൾ സോഡ ലൈമ കുടിച്ചിട്ട് നമ്മളവിടെ പൊക്കോണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരുപാട് ഓട്ടോറിക്ഷ ഉണ്ട് കേട്ടോ. ഓട്ടോ സ്റ്റാൻഡ് ഉണ്ട്, ബസ് സ്റ്റാൻഡ് ഉണ്ട്. ഫസ്റ്റ് നമ്മൾ പോകുന്ന വിരൂപാക്ഷ ടെമ്പിളിലേക്കാണ് കൂട്ടുകാരെ. അങ്ങനെ നടന്നതാണ്ട് വിരൂപാക്ഷ ടെമ്പിളിന്റെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട് കേട്ടോ നമ്മള്. എന്താ അമ്പോ അങ്ങോട്ട് നോക്ക്. ഇതൊക്കെ ആ കാലത്ത് ഇമാതിരി പണിയാണെങ്കിൽ അല്ലേ. ഓർത്ത് നോക്ക് 1300 വർഷം അല്ലേ? ആ വർഷം 1300 സംതിങ്ങിലല്ലേ ഇത് ഉണ്ടാക്കിയത്, ഈ ഹംപി കണ്ടുപിടിക്കുന്നത്. അപ്പൊ ഇതൊക്കെ ഉണ്ടാക്കണമെങ്കിൽ ഇത്ര വലിയ കല്ലൊക്കെ ചെന്നോണ്ട് പോകണമെങ്കിൽ അല്ലേ? നല്ല കല്ലിനും ഭയങ്കര പ്രത്യേകത. കല്ലിലൊക്കെ ഇവര് കൊത്തി ഉണ്ടാക്കിയതല്ലേ. അപ്പൊ നമ്മുടെ ചെരുപ്പെല്ലാം ഊരി താണ്ടി ഇവിടെ വെച്ചിട്ടുണ്ട്. അമ്പലത്തിന്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ ചെരുപ്പിടാൻ പറ്റത്തില്ല കേട്ടോ. ഒരാൾ ചെരുപ്പിട്ട് താണ്ട കയറിയിട്ട് അവരുടെ ചെരുപ്പ് ഒരാൾ ഇവിടുത്തെ ഒരു ചേട്ടൻ തൊഴിച്ചു ഇവിടെ കൊണ്ടിട്ടുണ്ടോ. ഞാൻ ഗർഭിണിയായിരുന്നപ്പോ കൊതി പറഞ്ഞു ഓർക്കുന്നുണ്ടോ? അരിനെല്ലിക്കാണോ ഇത്?
ഇപ്പോഴാട്ടോ കിട്ടുന്ന എനിക്ക് ആഹാ അരിനെല്ലിക്ക. അരിനെല്ലിക്ക സൂപ്പർ അല്ലേ? എത്ര നാളായി ഇത് ഞാൻ കൊതിച്ചിട്ട്. എല്ലാവർക്കും പുതിയാണോ? ആയിരുന്നപ്പോ കൊതി പറഞ്ഞ സാധനം ഇത് ഇപ്പോഴാ കിട്ടുന്ന. സൂപ്പർ അല്ലേ? ഞാൻ അപ്പൊ പോലും നിന്നിട്ടടി. കൊള്ളാം കൊള്ളാം. അപ്പൊ നമ്മള് കേറും കേട്ടോ. ഇവിടെ എനിക്കൊരു അരിനെല്ലിക്ക വരുമോ? ഇവിടെ ചെക്കിംഗ് ഒക്കെ ഉണ്ട്. അതിൽ കൂടെയാണ് കിടക്കാൻ. ഫസ്റ്റ് ഇപ്പൊ കേറുമ്പോ തന്നെ ഇവിടെ ചെക്കിങ് പോലെ എന്തൊരു സംഭവമാണ് കേട്ടോ. എന്തോ ഹോൺ അടിച്ചു. നല്ല കാറ്റില്ലേ? സുഖാന്നറിയോ? ചൂടില്ലല്ലോ. നല്ല വെയിലാണെങ്കിൽ ചൂടൊന്നും ഇല്ല കേട്ടോ കല്ലിന്. നല്ല രസമുണ്ടല്ലേ? നമുക്ക് ഇതിന്റെ ഉള്ളിൽ കയറാം കേട്ടോ. നല്ല രസം അതിന്റെ ഉള്ളിൽ കയറാന്. ആണോ? ഭയങ്കര തണുപ്പാണ്. ഇതിനെന്താ പറയുന്നതെന്ന് അങ്ങനെയൊന്നും എനിക്കറിയത്തില്ല. ഇതെന്താ? ഓ പൊന്നു ഇതിന്റെ പേരറിയത്തില്ല കേട്ടോ. ഉള്ളില് നീ ഗൈഡാന്നൊക്കെ പറഞ്ഞു വന്നിട്ട് ഉള്ളിൽ തണുപ്പാണ്. കാണിക്കുന്ന ഡാൻസ് രംഗങ്ങളൊക്കെ ഇല്ലേ, ആ അത് ശരിക്കും അതൊക്കെ നോക്കിക്കേ. ഇതുപോലത്തെ സ്ഥലങ്ങളല്ലേ? ഇത് ഫുള്ള് തൂണുകൾ ഇങ്ങനെ. ഇത് കുട്ടി ഒച്ച കേൾക്കുമോ? അതിവിടെയല്ലെന്ന് തോന്നുന്നു. ഏതോ കല്ലിൽ കുട്ടി ഒച്ച കേൾക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും ഇവിടെയല്ല കേട്ടോ. ഉള്ളിൽ വലിയ തണുപ്പൊന്നും ഇല്ല കേട്ടോ. ആ ചൂടില്ലാത്തതിൻ്റെ ഒരു തണുപ്പ് അത്രേ ഉള്ളൂ. അല്ലാണ്ട് പൊന്നു പറഞ്ഞ പോലെ വലിയ AC തണുപ്പൊന്നും ഇല്ല കേട്ടോ. നോക്കി നിക്ക്. നമ്മൾ എവിടെയാ? ഹംപിയിലാണ് മഞ്ഞക്കനെ. എനിക്ക് പറഞ്ഞു തരുമോ? അപ്പോൾ നമ്മൾ കയറുവാണ് കേട്ടോ ഉള്ളിലേക്ക്. നമുക്ക് നമ്മളതിൻ്റെ ഉള്ളിലേക്ക് കയറിയപ്പോഴേക്കും ഒരു ചെറിയൊരു ഗ്രൗണ്ട് പോലെയൊക്കെ സെറ്റപ്പായിട്ട്. ആഹാ നല്ല രസമുണ്ടല്ലേ? മേലെ കയറാം. കാല് പൊള്ളിട്ട് വയ്യ കേട്ടോ. ചാടിക്കറിയാ. നെക്സ്റ്റ് നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് നടന്നു വരുമ്പോൾ ഇവിടെ കുറച്ച് ആൾക്കാർ കൂടി നിൽക്കുന്നുണ്ടേ. എന്താ സംഭവം? എവിടെ? ഇവിടെ എന്തോ ഉണ്ട് കേട്ടോ. കണ്ടോ ഇവിടെ ഇതിൻ്റെ ഉള്ളിൽ കയറാനാന്ന് തോന്നുന്നു ആൾക്കാർ ക്യൂ നിൽക്കുന്നേ. അവിടെ ഓപ്പൺ ആയിട്ടില്ല കേട്ടോ. ജസ്റ്റ് അതിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ പോകുമ്പോൾ ഇപ്പോൾ ഉള്ളിൽ കയറുമ്പോൾ നല്ല തണുപ്പായില്ലേ കുഞ്ഞാ? ഇപ്പം നല്ല തണുപ്പായില്ലേ? ഇവിടെ മൊത്തം ശിവന്റെ ആരാധനയായിരുന്നു പ്രാർത്ഥിച്ചിട്ടോ. ഇവിടെ നല്ല പ്രാർത്ഥിക്കുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ പമ്പാദേവിയാണെന്നാണ് കേട്ടോ ഇവിടെ വിശ്വാസം കണ്ടോ. ഇവിടെ ഓരോ രൂപങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് അമ്പലത്തിലേക്ക് കയറട്ടെ. നട തുറന്നിട്ടുണ്ട് കേട്ടോ. നട തുറന്നിട്ടുണ്ട്. ശ്രീ ഭുവനേശ്വരി ടെമ്പിൾ. ഉള്ളിലേക്ക് കയറുമ്പോൾ ഫോട്ടോ ഇതിൻ്റെ ഉള്ളില് ഫോട്ടോയും വീഡിയോ ഒന്നും അലോയില്ല കേട്ടോ. കാരണം നമ്മുടെ ഇവിടെ ശരിക്കും വിഗ്രഹ പൂജ നടക്കുന്നതാണ്. അപ്പം വിഗ്രഹാരാധന അല്ല, അതില് വിഗ്രഹത്തിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വജ്രത്തിൻ്റെ രത്നത്തിൻ്റെ മാലയും അങ്ങനത്തെ കുറേ വിലപിടിപ്പുള്ള കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. ഇതാ ഇതിൻ്റെ ഉള്ളിലേക്ക് ഗുലാകാഞ്ചി മാധവ ഗുഞ്ച പോട്ടെ കുഞ്ഞ. കുഞ്ഞിപ്പെണ്ണ് സുസീൻ്റെ അടുത്താണ് കേട്ടോ. ഇങ്ങനെ പോകുമ്പോൾ ഉള്ളിലേക്ക് ഇവിടെ ഒരുപാട് സ്ഥലങ്ങളുണ്ട് കേട്ടോ. ഇങ്ങനെ കണ്ടോ? ഒരു ചെറിയൊരു ഗുഹ പോലെ അല്ലേ? സ്റ്റെപ്പ് ഉണ്ട്. സ്റ്റെപ്പ് ഇറങ്ങി നമുക്ക് പോട്ടോ. ഗുഞ്ച അങ്ങനെ എന്തോ ആണ്. ആ ഒട്ടും ഹൈറ്റ് ഇല്ലാതെ പല കുഞ്ഞിച്ച് മെല്ലെ ഉള്ളിലേക്ക് കയറുമ്പോൾ ആണോ? കണ്ടോ? ഇവിടെ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് കേട്ടോ. ഞാൻ പറയാറില്ല നിന്നോട്, ഇതാണ് ശിവനോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നന്ദീന്റെ ചെവിയിൽ നമ്മൾ ആഗ്രഹം പറയുമ്പോൾ ശിവന്റെ അടുത്തേക്ക് എത്തും അറിയില്ലേ? അതാണ്. പൊന്നിന് ഇത്ര ആഗ്രഹം ഉണ്ടായിരുന്നോ? ഞാൻ പറഞ്ഞ സ്ഥലം അതാട്ടോ. ആ സ്റ്റെപ്പ് കണ്ടോ? ആ സ്റ്റെപ്പ് വഴി ശരിക്കും നമുക്ക് ഇതിൽ ഇറങ്ങരുതെന്നുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ എങ്കിലും മീനോ അന്ത സംഭവം ഇതിലുണ്ട്. അപ്പൊ അതിനെ കാണാൻ വേണ്ടിട്ട് നമ്മള് അതുവഴി സാറും
പിന്നെ ഞങ്ങൾ കുറച്ച് പേര് മാത്രമായിട്ട് 5 പേര് വെച്ച് ഇറക്കും. പ്ലസ് ടു പഠിച്ച ടൂറായിട്ടാ പറയുന്നത്. പ്ലസ് ടു പഠിക്കുന്ന കാര്യമായിട്ട് എന്നിട്ട് അവിടുന്ന് ഒരു ചെക്കൻ എന്ത് ചെയ്തു, കാലൊന്നും ഇടരുത് ശരിക്കും. ആ കല്ലിൻ്റെ ഞങ്ങൾ ആ സ്റ്റെപ്പിന്റെ അവിടെ നിൽക്കുമ്പോൾ ഒരുത്തൻ ആ കല്ലിന്റെ ആ സൈഡിൽ നിന്ന് കാലിട്ടതാ. ഏത് ഈ കല്ലോ? ആ കല്ലുണ്ടോ ഇവിടെ? ഏത്? അവിടെ കാല് സ്റ്റെപ്പിന്റെ തൊട്ടിപ്പുറം കണ്ടു. ഇവിടുന്ന് കാലിട്ടതാ. അവനങ്ങ് ചാടിപ്പോയി. ചാടിയോ? എന്നിട്ട് സാറ് ബാക്കിയുള്ളവർ വേഗം കയറ്റി. എന്നിട്ട് ഞാനും സാറും അവനും മാത്രം എന്നിട്ട് സാറ് വേഗം അവനെ പിടിച്ചു. എന്നിട്ട് ഞാനാണ് സാറിനെ അവരും കൂടെ വലിച്ചു കയറ്റിയത്. സത്യമായിട്ടും പൊന്നു പിന്നെ കുറെ തള്ളുന്നുണ്ടോ അതിന്റെ ഇടയില്? ഇതെന്താ എന്ത് തൊട്ടിലോ? ഉള്ളില് എന്ത് തൊട്ടില്? ഈ രാജാവിനെ കിടത്തിയത് എങ്ങാണ്ടാ തോന്നുന്നു കേട്ടോ. ഇതുവഴി വന്നാല് നമുക്ക് ആനേനെ കാണാൻ പറ്റുമായിരുന്നു. അതായത് ആന എന്താ ചെയ്യുന്നത്? കൈ കൊണ്ട് തലയെ വെക്കും, എന്നിട്ട് അനുഗ്രഹിക്കും. അങ്ങനെ അനുഗ്രഹിക്കും കേട്ടോ. അപ്പൊ അത് നമുക്ക് കാണണമെങ്കിൽ അങ്ങനെ കിട്ടണമെങ്കിൽ നമുക്ക് കണ്ട ഇതുവഴി വേണമായിരുന്നു വരാൻ വേണ്ടിയിട്ട്. നമ്മൾ വഴി കൂടെ വന്നത്. നമുക്കപ്പോ എല്ലാവരും ഇങ്ങോട്ടേക്ക് വരും, നമ്മൾ മാത്രം തിരിച്ച് അങ്ങോട്ട് നടക്കുന്നത് കേട്ടോ. ശരിക്കും അതുവഴി വേണമായിരുന്നു ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട് എൻട്രൻസ്. കണ്ടോ അവിടെ ആന കണ്ടോ? ആന തുമ്പിക്കൈ കൊണ്ട് നമ്മളെ അനുഗ്രഹിക്കും കേട്ടോ. കണ്ടോ ആന അനുഗ്രഹിക്കുന്ന കേട്ടോ കാണുന്നേ. ഇവര് മിലിറ്ററിക്കാരാന്ന് തോന്നുന്നു അല്ലേ? കുഞ്ഞിപ്പണ് നോക്കിക്ക നോക്ക്. കണ്ടോ എല്ലാരും അനുഗ്രഹം വാങ്ങുവാണേ. അടുത്ത കുഞ്ഞിപ്പെണ്ണാണേ. കുഞ്ഞിപ്പെണ്ണും പൊന്നും. കുഞ്ഞിപ്പെണ്ണിന്റെ എക്സ്പ്രഷൻ നമുക്ക് നോക്കാം എന്താവുന്നത്. ആന പുല്ല് തന്നെയാണേ. പൈസ എടുത്തു കൊടുത്തതാ. എന്റെ ദൈവമേ, രണ്ടുപേരും കിട്ടിയില്ലേ? പൈസ മേടിച്ച് പാപ്പാന്റെ അടുത്ത് കൊടുത്ത് അനുഗ്രഹം വാങ്ങുന്നേ. അങ്ങനെയാണ് സെറ്റപ്പ്. അടുത്ത ഡൂഡാണേ. പൈസ വാങ്ങിച്ചു, പാപ്പാന് കൊടുത്തു, അനുഗ്രഹിച്ചു. ദൈവമേ, പേടിച്ചിട്ട് ഇരിക്കുകയാണോ? ഞാൻ നോക്കട്ടെ. എന്റെ പൊന്നു കൂട്ടുകാർ, നമ്മൾ പിന്നെ ഇതിലേക്ക് കയറിയിട്ട് ഇതെന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ട്. ഇവിടെ വന്നൊരു ഗൈഡ് പറഞ്ഞായിരുന്നു, ഇവിടുന്ന് ആണ് രാജാവ് ഉമ്മ വെച്ചിട്ട് ഭയങ്കര എനർജി ആയിട്ട് യുദ്ധം ചെയ്തോണ്ടിരുന്നേന്നാ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. രാജാവ് രാജ്ഞിനെ ആയിരിക്കും വെച്ചു. അപ്പൊ ഇവിടുന്ന് ഉമ്മ വെച്ചത് ഐശ്വര്യാണല്ലേ? ഐശ്വര്യ നല്ലടെ എനർജിയാന്നെങ്ങാണ്ട് പറയുന്നേ. നമുക്കൊരു ഉമ്മ ചോദിക്കാം. അങ്ങനെ ആയിരിക്കൂലടാ, കൊറേ നേരം ഉമ്മതാ. വിരൂപാക്ഷ ടെമ്പിളിൽ മാത്രമാണ് നമ്മൾ വന്നിട്ടുള്ളത്. അതിന് വിത്തല ടെമ്പിളിൽ പോകണം. വിത്തല അങ്ങനെയാണ് പ്രൊനൗൺസിയേഷൻ, എനിക്ക് കറക്റ്റ് അറിയില്ല കേട്ടോ. അവിടെയാണ് നമ്മുടെ 50 രൂപയില്ലേ, 50 രൂപയിലെ ഒരു ഇതില്ലേ, ഫോട്ടോ അത് അവിടുത്തെ എന്തോ സംഭവമാണ്. അപ്പൊ നമ്മൾ തിരിച്ചു പോവാണ് കേട്ടോ. നമുക്ക് വിശക്കാൻ നല്ലപോലെ വിശക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ രാവിലെ ബ്രെഡ് മാത്രം കഴിച്ചിട്ട് ഇറങ്ങിയതാണ്. സംഭവം വെച്ചാൽ ഇവിടെ നല്ല ഫുഡ് കിട്ടണമെങ്കിൽ ഏകദേശം 25 കിലോമീറ്റർ പോകണം. നമ്മൾ വന്ന സ്ഥലം ഏതായിരുന്നു? ഹുംപി അല്ലടി, അല്ല നമ്മൾ പോകേണ്ട സ്ഥലം ഹൊസ്പേട്ട് പോയാലാണ് കേട്ടോ നമുക്ക് നല്ല ഫുഡ് കിട്ടുന്ന സ്ഥലമുള്ളൂ. അപ്പോൾ അവിടെ വരെ പോകണം, 25 കിലോമീറ്റർ പോകണം. നല്ലോണം വിശക്കാൻ തുടങ്ങിയപ്പോൾ നമ്മൾ നേരെ തിരിച്ച് പോവാണ് കേട്ടോ. അതാണ്ട് ഹളീനും ടൂളും കുഞ്ഞിച്ചൊക്കെ അവിടെ നിൽക്കുന്നുണ്ട്. ഇതാ സുസി നിൽക്കുന്നു. സുസി അവിടെ നിന്ന് ഫോട്ടോ എടുക്കുവാണ് കേട്ടോ. നമ്മൾ നാട് പുറത്തിറങ്ങിയപ്പോൾ താണ്ടെ സിംഹവാലം കുരങ്ങ് നോക്കിക്കുന്നേ. ഉപദ്രവിക്കില്ലെന്ന് അറിയത്തില്ല കേട്ടോ. എന്തായാലും പോയി നോക്കാം നമുക്ക്.
ഉപദ്രവിക്കുവോ? ഡൂഡ് ചിരിച്ചോണ്ട് വരുന്നുണ്ടല്ലോ. കണ്ടോ കുരങ്ങനെ കണ്ടോ? നമുക്ക് വാലൊക്കെ ഇത്ര നീട്ടുണ്ട് കേട്ടോ. എൻ്റെ മോനെ കടല തിന്നുവാ. താഴെ ഇട്ടോ നമ്മുടെ ചെരുപ്പോ? വല്ലാത്ത സ്വഭാവമാണല്ലോ. ചെരുപ്പ് എവിടെ താഴെ ഇടുന്നേ? നമ്മളാരും തട്ടാണ്ടിരിക്കുന്ന നിങ്ങൾ കണ്ടില്ലായിരുന്നു. നമ്മളവിടെ സൈഡ് കൊണ്ടുപോയിട്ടത്. ಅದಕ್ಕೆ ಸೈಡಲ್ಲಿ ಇಟ್ಟಿದ್ರಲ್ವಾ? ಇಲ್ಲ ಆ ಕಡೆ ಅಲ್ಲ, ಈ ಕಡೆ ಸೈಡ್ ಮಾಡಿ ಇಟ್ಟಿದ್ದಾರೆ ನಾವು. കണ്ടോയോ? ഈ പുള്ളിക്കാരനാന്ന് തോന്നുന്നു കേട്ടോ. അവിടെ ഒരു കമ്പം പിടിച്ചൊരു ഓറഞ്ച് ഷർട്ട് ഇട്ട് നിൽക്കുന്നുണ്ടോ പുള്ളിക്കാരൻ? പുള്ളിക്കാരൻ തന്നെ കേട്ടോ. പുള്ളി കാലും കൊണ്ട് തട്ടി മറ്റുള്ളവരുടെ ചെരുപ്പ് തട്ടിയിട്ട് നമ്മളെ കണ്ട് ആ ഒരു കമ്പുണ്ട് പുള്ളിയുടെ കയ്യിൽ, അതുകൊണ്ട് തൊഴിച്ചു കണ്ടോ? ആ കമ്പ് കൊണ്ട് നൈസിന് തട്ടി താഴ്ത്തിട്ടുണ്ടോ പുള്ളി? ഇന്ത മാതിരി ചെയ്യാൻ പാടുണ്ടോ? അങ്ങനെ എങ്ങനെ പറയൂ ഞാൻ? പച്ചക്കറി വാങ്ങിക്കാൻ പോയപ്പോ മറ്റേ ഉള്ളിത്തണ്ട് വേണം. അപ്പം ഉള്ളിത്തണ്ട് വേണമെന്ന് പറഞ്ഞപ്പോ അപ്പം ഇവനോട് പറഞ്ഞു ഉള്ളിത്തണ്ട് വേണമെന്ന് പറഞ്ഞു. അല്ല പൊന്നു പറഞ്ഞു. ഞാൻ പറഞ്ഞു ഉള്ളിത്തണ്ട് കൂടെ വേണം. അപ്പൊ അളിയൻ പറഞ്ഞു എന്തുകൊണ്ട്? അപ്പൊ പുള്ളി പറഞ്ഞു ഇല്ലെന്ന്. അപ്പൊ കുഞ്ഞാ പറയുവാ അണ്ണാ ഉള്ളി തണ്ട്. നമ്മൾ എന്ത് പറയുന്നു മനസ്സിലായി പുള്ളി കുഞ്ഞാ നീ ഇരിക്കുന്നടാ. അയ്യോ നല്ല ഫ്രഷ് കോമഡി, നല്ല ഫ്രഷ് കോമഡി കളിക്കുന്ന സൈക്കിൾ ഓടിക്കാൻ വേണ്ടിട്ട് അത് പിടിച്ച് കടിക്കുവാണോ? അപ്പൊ വിശന്ന് വന്നപ്പോ നമ്മൾ താണ്ടി ഇവിടെ ഒരു കരിമ്പ് ജ്യൂസ് കട ഉണ്ട് കേട്ടോ. കരിമ്പ് ജ്യൂസ് അടിക്കുവാണേ. അടി അടിച്ചു കഴിഞ്ഞു. അറിഞ്ഞോ? ദാഹം മാറിയില്ലേ? പിന്നെ നാളെ കുക്കുംബറൊക്കെ വാങ്ങിയിട്ടുണ്ടേ. കുക്കുംബർ കഴിക്കാൻ നല്ല ചൂടല്ലേ. കുഞ്ഞിന്റെ ഫേവറേറ്റ് സാധനമാണ് കുക്കുംബർ. നമ്മളിപ്പോ വണ്ടിയിൽ കയറി നല്ല ചൂടോടെ പുറത്ത് കുഞ്ഞിപ്പണ്ണിന് നാടെ കുറച്ച് കുക്കുംബർ കൊടുക്കുന്നുണ്ട്. ചൂടൊക്കെ അല്ലേ? കുഞ്ഞിപ്പണ്ണി നല്ല കഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ നേരെ തിരിച്ച് ഹോസ്പിറ്റലിലേക്ക് പോകാണ്ട് കൂട്ടുകാരെ. ഹോസ്പിറ്റലിലേക്ക് ഇവിടെ നിന്ന് ഏകദേശം 16 കിലോമീറ്റർ ഉണ്ട്. അവിടെ എത്തിയിട്ട് വേണം നമുക്ക് നല്ല ഫുഡ് അടിക്കാൻ. അല്ലേ സുസി? ഞങ്ങളപ്പോൾ താണ്ടി ഇവിടെ ഒരു അഭിരുചി എന്ന് പറഞ്ഞൊരു ഹോട്ടലിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഹോട്ടലിൽ അഭിരുചി. ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് നമുക്ക് അഭിരുചി അടിക്കാൻ കൂട്ടുകാരെ. നല്ലോണം വിശക്കുന്നുണ്ട്. ഫുഡ് അടിക്കാം കേട്ടോ. നല്ല രുചി ഉണ്ടോ നോക്കിട്ട് പറയാം. എന്താ കഴിക്കുന്നേ? എന്താ കഴിക്കുന്നേ? നീ ബിരിയാണിയാ? ഞാൻ ബിരിയാണി. അപ്പൊ വന്നിരുന്നു ആദ്യം തന്നെ ഒരു സൂപ്പ് വന്നിട്ടുണ്ട് കേട്ടോ. ചിക്കൻ സൂപ്പ് അടിക്കുന്നുണ്ട് പൊന്നു. എല്ലാവർക്കും ഉണ്ടോ സൂപ്പ്? ഫസ്റ്റ് സൂപ്പ് കഴിക്കുന്നത്. സൂപ്പും ബിരിയാണിയാണ് കൂട്ടുകാർ കഴിക്കുന്നത്. പൊന്നു ഡൂടും ചിക്കൻ കാലം എടുത്തിട്ടോ. അതിന് ഡൂട് നല്ല കരച്ചിലാണ്. അപ്പൊ ഇവിടെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ പുറത്തേക്ക് ഇറങ്ങി. നല്ല ചാറ്റൽ മഴ ഉണ്ട് കേട്ടോ. രണ്ടുപേരും കൂടെ കളിക്കുന്നൊക്കെ. നമ്മള് ഹമ്പി പോയി ചൂടായതിന് പ്രകൃതി കഞ്ഞി നൽകിയ അപ്പൊ നമ്മള് ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ നമ്മളെ വേറെ ഇനി വീട്ടിലേക്ക് പൊക്കോണ്ടിരിക്കും കേട്ടോ. ചാറ്റൽ മഴയൊക്കെ കേട്ടോ. മഴയൊക്കെ നൈസായിട്ട് പെയ്യുന്നുണ്ട്. ചൂടൊക്കെ കുറവുണ്ടല്ലേ? അല്ലേ? ഓ കുഞ്ഞിപ്പണി ചാണകം തുടങ്ങിയിട്ടുണ്ട്. കുഞ്ഞിപ്പണി കൂടെ ഒന്നിച്ചായപ്പോ. അപ്പൊ ഞങ്ങൾ നേരെ വീട്ടിലേക്ക് ഓടുകാരെ. അപ്പൊ അത്ര ഇന്നത്തെ വീഡിയോ. മറ്റു വീഡിയോ നാളെ കാണാം. നല്ല സൂപ്പർ യാത്രയായിരുന്നു. ഹംബി ഹേ.